ഹായ് എവ്രി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് തന്നിട്ടുള്ളത്? ഇൻ റീസണിങ്, കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് കൗണ്ടിങ് ദ നമ്പർ ഓഫ് സ്പെസിഫിക് ജിയോമെട്രിക് ഷേപ്സ് ലൈക്ക് ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെക്റ്റാങ്കിൾസ് എക്സെട്ര within a complex figure or pattern requiring spatial reasoning and careful observation. കൗണ്ടിങ് ഓഫ് ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നിട്ടുണ്ടാവും. അതിൽ റെക്റ്റാങ്കിളോ സ്ക്വയറോ അതേപോലെ തന്നെ ട്രയാങ്കിളോ കുറേ ഉണ്ടാവും. അതിൻ്റെ എണ്ണം എടുക്കലാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? കൗണ്ടിങ് സ്ട്രെയിറ്റ് ലൈൻസ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പോയിന്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാ. ഫസ്റ്റ് എന്താണ്? എ, ലാസ്റ്റ് ബി, നടുക്ക് സി എന്ന് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. കൺസിഡർ എ ലൈൻ എ ബി. ആ ലൈനാണ് ഇവിടെ തന്നിട്ടുള്ളത്, എ ബി എന്ന് പറയുന്ന ലൈൻ. ഇറ്റ് ഈസ് കൗണ്ടഡ് ആസ് വൺ ലൈൻ എ ബി. അതായത് ഈ ലൈൻ എ ബി എന്ന് പറയുന്ന ലൈനില്ലേ, അത് ഒറ്റ ലൈനായിട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. നോ നീഡ് ടു കൗണ്ട് എ സി ആൻഡ് സി ബി. അപ്പോൾ ഇത് രണ്ട് ലൈനായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ്? ഇവിടെ തന്നിട്ടുള്ള ഫിഗറിൽ എത്ര സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈ സെഗ്മെന്റ് വരുന്നത് നമ്മൾ ആഡ് ചെയ്യേണ്ട, ഒറ്റൊരു ലൈനായിട്ട് കൗണ്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ എത്ര ഹൊറിസോണ്ടൽ ലൈൻ വരുന്നുണ്ട്? 1 2 3 ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? വെർട്ടിക്കൽ അല്ലേ വരുന്നത്. വെർട്ടിക്കൽ ലൈൻസ് നോക്കുവാണെങ്കിൽ 1 2 3 വെർട്ടിക്കൽ ലൈൻസും ഉണ്ട്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ മെനി സ്ട്രെയിറ്റ് ലൈൻസ്? എത്ര സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്? ഇപ്പം 3 6 സ്ട്രെയിറ്റ് ലൈൻ ടോട്ടൽ ഉണ്ട്. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ആണുള്ളത്? ഒന്ന് നോക്കി നോക്ക്. 1 2 ട്രയാങ്കിൾസ് അല്ലേ ഉള്ളത്. ഇത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറെ ട്രയാങ്കിൾസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ടോട്ടൽ വരുന്നത് 2 ട്രയാങ്കിൾസ് ആണ് ഫസ്റ്റ് ഫിഗറിൽ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫിഗർ എടുത്ത് നോക്കി. ഇതിൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 1 2 3 ട്രയാങ്കിൾസ് ഇല്ലേ. വേറെ കമ്പൈൻ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടോട്ടൽ 3 ട്രയാങ്കിൾസ് തന്നെ. 1 2 3. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3 ട്രയാങ്കിൾസ് ആണ് രണ്ടാമത്തെ ഫിഗറിലുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിലും കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയാണ് തന്നിട്ടുള്ളത്. വേറൊരു മോഡലാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് വരും? ഒന്ന് നോക്ക്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിനെ 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിൾസിൻ്റെ എണ്ണം എത്രയാണ് വരിക? നമുക്കൊന്ന് നോർമൽ കൗണ്ട് ചെയ്ത് നോക്കാം. ഇതൊരു ട്രയാങ്കിൾ വരും, അതേപോലെ തന്നെ ഇതൊരു ട്രയാങ്കിൾ വരും. അപ്പോൾ 2 ട്രയാങ്കിൾ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഓൾറെഡി ഒരു ട്രയാങ്കിൾ ഉണ്ട്, വലിയൊരു ട്രയാങ്കിൾ, രണ്ടും കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് വരുന്നത്? 3 ട്രയാങ്കിൾസ് വരുന്നുണ്ട് ഫസ്റ്റത്തെ ഫിഗറിൽ. അപ്പോൾ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. ഈ ട്രയാങ്കിൾ 2 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലോ. അപ്പോൾ 1 2 എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഈ 1ഉം 2ഉം ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3. അങ്ങനെയാണ്. നമുക്ക് രണ്ടാമത്തെ ഫിഗർ ഒന്ന് നോക്കി നോക്കാം. രണ്ടാമത്തെ ഫിഗർ നോക്കി നോക്ക്. എത്ര ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 1 2 3 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1 + 2 + 3 ചെയ്താൽ മതി. 1 + 2 എന്ന് പറയുമ്പോൾ 3 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 ട്രയാങ്കിൾസ് ഉണ്ട് രണ്ടാമത്തെ ഫിഗറിൽ.
ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതേ ബേസ് വരുന്നൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5. അപ്പം 5 വട്ടം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന അത്രയ്ക്ക് സുഖമുള്ള പരിപാടിയല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. 4ൻ്റെ മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി, സുഖമായിട്ട് സോൾവ് ചെയ്യാം. n എന്ന് പറയുമ്പോൾ എന്താണ്? ആ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിൾ എത്ര ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ള നമ്പറാണ് വരുന്നത്. ഇവിടെ എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 5 പ്ലസ് 1 എന്ന് പറയുമ്പം 6 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ 6ൻ്റെ പകുതി എത്രയാണ് വരിക? 3 അല്ലേ? 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15 വരും. 15 ട്രയാങ്കിൾസ് ഉണ്ടാവും ഈ ഫിഗറിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഹൊറിസോണ്ടൽ ലൈൻസ് കാണുന്നില്ലേ? ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇവിടെ ഒന്ന് വരുന്നുണ്ട്. അതും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. അവിടെ നോക്കുവാണെങ്കിലോ 15 ഓൾറെഡി ഉണ്ട്, നമുക്ക് ഇക്വേഷൻ വെച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ ഇത് 1, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഇവിടെ വന്നല്ലോ. ഇവിടെയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഫസ്റ്റത്തെ കേസ് പോലെ തന്നെ ഇല്ലേ? നോക്കി നോക്ക്, ഒരു വലിയൊരു ട്രയാങ്കിള് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത പോലെ ഉണ്ട്. അപ്പം എത്രയാണ് വരിക? 1ഉം 2ഉം 2 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു. 1 + 2 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ അവിടെ തന്നെ 3 ട്രയാങ്കിൾസ് വേറെ ഉണ്ടാവും. അപ്പോൾ ആ 3ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 15 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16. 16 + 3 എന്ന് പറയുമ്പോൾ 19 ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അതും കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയാണ്. ഇതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഔട്ടർ ആയിട്ടുള്ള ഈ ട്രയാങ്കിൾ മാത്രം എടുക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ആ ട്രയാങ്കിൾ നോക്കുമ്പോൾ അതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 1 2. 1 + 2 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഏത്? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ട്രയാങ്കിൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കണ്ടേ? ഹൊറിസോണ്ടൽ ലൈൻസ് കുറേ ആയിട്ട് ഇങ്ങനെ വേറെയും സ്പ്ലിറ്റ് ചെയ്തു. അന്നേരം എങ്ങനെ വരും? ഒരു ബേസിക് ആയിട്ട് വരുന്ന ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ട്രയാങ്കിൾ 2ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അതിൻ്റെ മുകളിലുള്ള ട്രയാങ്കിൾ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അതും 2ആയി സ്പ്ലിറ്റ് ചെയ്തു. അവിടെ 3 വരും. അതിൻ്റെ മുകളിലുള്ളതും 2ആയി സ്പ്ലിറ്റ് ചെയ്തു, അതും 3 വരും. അതിൻ്റെ മുകളിലുള്ളതും 2ആയി സ്പ്ലിറ്റ് ചെയ്തു, അതും 3 വരും. അതിൻ്റെ മുകളിലുള്ളതും 2ആയിട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്തത്, അതും 3 ട്രയാങ്കിൾസ് തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യണം? എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട് നോക്കുക. 1 2 3 4 5. അപ്പോൾ 5 × 3 ചെയ്താൽ മതി. 5 × 3 5 15 അല്ലേ? 15 ട്രയാങ്കിൾസ് ആണ് ഫസ്റ്റത്തെ ഫിഗറിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് തന്നിട്ടുള്ളത്, ട്രയാങ്കിൾ തന്നെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൽ എത്ര ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു? 1 2 3 4 5. 5 ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഫോർമുല അറിയാം, n × n + 1/2. n × n + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. n എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 5 ഭാഗങ്ങളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5. പിന്നെ 5 + 1 എന്ന് പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 6/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 അല്ലേ? 3 5 15. 15 കിട്ടും ഇവിടെ. ഈ വലിയ ട്രയാങ്കിൾ 5 വട്ടം ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 15 ട്രയാങ്കിൾസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? വേറൊരു ലൈൻ ഇങ്ങനെ ചെരിച്ച് വരച്ചിട്ടുണ്ട്.
അപ്പം എന്താണ്, അതിൻ്റെ മുകളിലുള്ളതെല്ലാം 5 വട്ടം ഡിവൈഡ് ചെയ്യുന്നില്ലേ? മുകളിലുള്ളൊരു ട്രയാങ്കിള് 5 വട്ടം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരു 15 കൂടെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് സാധാരണ ട്രയാങ്കിള് 5 വട്ടം ഡിവൈഡ് ചെയ്തതിൻ്റെ 15. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ലൈന് ചെരിച്ച് വരച്ചു. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 15 ട്രയാങ്കിൾസ് തന്നെ കിട്ടും മുകളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടോ താഴെയുള്ള ട്രയാങ്കിൾസ് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെയും ഒന്നുണ്ടാവും, ഇവിടെയും ഒന്നുണ്ടാവും. അപ്പോൾ എത്രയാണ്? 5 ട്രയാങ്കിൾസ് വേറെ എക്സ്ട്രാ വന്നു. അപ്പോൾ +5 കൂടെ വരും. അപ്പോൾ 15 15 എത്രയാണ്? 30. 30 + 5 35. 35 ട്രയാങ്കിൾസ് ആണ് ഈ ഫിഗറിലുള്ളത്. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയാണ്, പക്ഷെ വേറെ മോഡലിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിനെ ഡയഗണലി രണ്ടിടത്തുനിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്ര പാർട്ടുണ്ട്? 1 2 3 4 പാർട്ടുണ്ട്. അപ്പോൾ ഇതിലെ ട്രയാങ്കിൾസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നും ചെയ്യണ്ട, നമ്മൾ ആദ്യം എത്ര ഭാഗങ്ങളായിട്ടാണ് ആ സ്ക്വയർ ഡിവൈഡ് ചെയ്തതെന്ന് നോക്കുക. ഇവിടെ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തില്ലേ? അപ്പോൾ ടോട്ടൽ ട്രയാങ്കിൾസിൻ്റെ എണ്ണം കിട്ടാം 4 × 2 ചെയ്താൽ മതി. അപ്പോൾ 8 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉണ്ടാവുക. നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഫോർമുല പോലെ ഈ മെത്തേഡ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ ഒന്ന് നോക്കി നോക്കാം. എത്ര ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 1 2 3 4 5 6 7 8. 8 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. അപ്പോൾ 8ൻ്റെ ഇരട്ടി എടുത്താൽ മതി. 8 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 ട്രയാങ്കിൾസ് ഉണ്ടാവും രണ്ടാമത്തെ ഫിഗറിൽ. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാം എന്തായാലും. എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? എത്ര ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു? 1 2 3 4 5 6 7 8 ഭാഗങ്ങളായിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിലും വേറെ സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നോർമൽ ഒരു 8 ഭാഗങ്ങളായിട്ടുള്ളൊരു സ്ക്വയർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 16 വരും. അത് നമുക്കറിയാം. 8 8 16. പിന്നെ ഉള്ളിലത്തെ നോക്കുകയാണെങ്കിലോ അത് എത്ര ഭാഗം ഡിവൈഡ് ചെയ്തു? 8 ഭാഗം തന്നെയാണ് ഡിവൈഡ് ചെയ്തത്. 1 2 3 4 5 6 7 8 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. അവിടെയും 16 വരും. അപ്പോൾ 16 + 16 എന്ന് പറയുമ്പോൾ എത്രയാണ്? 32 അല്ലേ വരിക? 32 ട്രയാങ്കിൾസ് ഉണ്ടാവും ഈ ഫിഗറിൽ. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നു. ഈ ട്രയാങ്കിൾ എന്താക്കി? നടുക്കുനിന്ന് കട്ട് ചെയ്തിട്ട് ഈക്വൽ ആയിട്ടുള്ള 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റി. നമുക്ക് നോക്കാം. 1 2 3 4 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റി. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ആണ് ഇവിടെ വരുന്നത്? 4 ട്രയാങ്കിൾസ് ഉള്ളിൽ വന്നു. പിന്നെ പുറത്തുള്ളൊരു വലിയ ട്രയാങ്കിളും കൂടെ ഇല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 5 ട്രയാങ്കിൾസ് വരുന്നുണ്ട് ഫസ്റ്റത്തെ ഫിഗറിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ ഒന്ന് എടുത്തു നോക്കാം. രണ്ടാമത്തെ ഫിഗറിൽ എങ്ങനെയാണ്? ആദ്യത്തെ ഫിഗർ പോലെ വന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിളും 4 ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഈക്വലായിട്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ വലിയ ട്രയാങ്കിൾ 4 ഭാഗങ്ങളായി കട്ട് ചെയ്തതിൻ്റെ ലൈനാണിത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ 4 ഭാഗങ്ങളായി കട്ട് ചെയ്തതിൻ്റെ ഒരു ലൈനാണിത്. അപ്പോൾ ഒരു വട്ടം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ട്രയാങ്കിൾസായി? നമുക്ക് ഈക്വലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, 4 ട്രയാങ്കിൾസ് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 2 വട്ടം കട്ട് ചെയ്തല്ലോ. അപ്പം 4 4 8 ട്രയാങ്കിൾസ് ഉണ്ടാവും.
പ്ലസ് 1 അടുത്തത് വരും. അതെന്താണ്? ഔട്ടർ ആയിട്ടുള്ള ആ വലിയ ട്രയാങ്കിൾ. അപ്പോൾ എത്രയാണ് വരിക ടോട്ടല്? 9 ട്രയാങ്കിൾസ് വരും രണ്ടാമത്തെ ഫിഗറിൽ. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അതും കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസ് തന്നെയാണ്. ട്രയാങ്കിൾസ് ഇതുവരെ തീർന്നിട്ടില്ല, നമുക്ക് കുറേ ഉണ്ട്. ഇത് ലാസ്റ്റത്തെ മോഡലാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും. ഇവിടെ എന്താണ് വരുന്നത്? ഒരു ട്രയാങ്കിൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ 1 2 3 1 2 3 രണ്ട് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈക്വൽ ആയിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. പുതിയ ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉള്ളിൽ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 1 എഴുതുക, അത് 1 തന്നെ ഇടുക, ഒന്നും ചെയ്യേണ്ട വേറെ. 1 എഴുതുക, 1 തന്നെ ഇടുക. അടുത്തെന്താണ്? 2 വരും. 2-ന് എന്താണ് നമ്മൾ കൊടുക്കുക? മുകളിലത്തെ 1 ഇല്ലേ, അതും 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എത്രയാണ് വരിക? 3 അല്ലേ? 1 + 2 3. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് എന്താണ് വരിക? 3 അല്ലേ? 3 ഇവിടെ ഇടുക, 3 3 ആഡ് ചെയ്യുക, അതിവിടെ എഴുതുക. എത്രയാണ് വരിക? 6. അപ്പം 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഈക്വലായിട്ട്. അപ്പം നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 3 + 6 എന്ന് പറയുമ്പോൾ 9. 9 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10. 10 മാത്രമല്ല, വേറൊരു ഇതും കൂടെ വരുന്നുണ്ട്. എന്താണ്? ഇങ്ങനെ നമ്മൾ വരി വരിയായി എഴുതുമല്ലോ, അതിൽ ഒന്നാമത്തെ സ്കിപ്പ് ചെയ്യുക, രണ്ടാമത്തെ ടിക്ക് ചെയ്യുക. അങ്ങനെ കുറേ വരുമ്പോൾ ആ പാറ്റേൺ അനുസരിച്ച് പോകണം. ഒന്നാമത്തെ സ്കിപ്പ് ചെയ്യുക, രണ്ടാമത്തെ എടുക്കുക, പിന്നെ മൂന്നാമത്തെ സ്കിപ്പ് ചെയ്യുക, പിന്നെ നാലാമത്തെ എടുക്കുക. ആ രീതിയിൽ പോകണം. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ 1 സ്കിപ്പ് ചെയ്തു, രണ്ടാമത്തെ 2 നമുക്ക് വേണം. അതെത്രയാണ് വരുന്നത്? 3 അല്ലേ വരുന്നത്? അപ്പോൾ 3ഉം കൂടെ ആഡ് ചെയ്യുക. 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 10 + 3 എന്ന് പറയുമ്പോൾ 13 ട്രയാങ്കിൾസ് ഉണ്ടാവും ഫസ്റ്റത്തെ ഫിഗറിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. അത് എത്ര ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 1 2 3 4 5. മുകളിലേക്ക് ആണെങ്കിൽ അത്ര തന്നെ വരണം. 2 3 4 5. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ് വരുന്നത്? 1 അതേപോലെ എഴുതുക. 1 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1ഉം ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 3. പിന്നെ 3 അല്ലേ വരിക? 3-ന് എന്ത് ചെയ്യണം? ഈ 3ഉം 3ഉം ആഡ് ചെയ്യണം. അപ്പം എത്രയാണ്? 3 3 6. അത് കഴിഞ്ഞിട്ട് ഇവിടെ 4 അടുത്ത് വരും. 4 എന്ന് പറയുമ്പോൾ ഈ 6ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതണം. 6 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 അല്ലേ? 10. പിന്നെ 5 ലാസ്റ്റത്തെ. 5 വരുമ്പോൾ 10ഉം 5ഉം കൂടെ ആഡ് ചെയ്യണം, 15. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. 15 + 10 എന്ന് പറയുമ്പോൾ 25. 25 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 31 അല്ലേ? 31 + 3 എന്ന് പറയുമ്പോൾ 34. 34 + 1 എന്ന് പറയുമ്പോൾ 35 വരും. 35 വന്നു. അത് മാത്രമല്ലല്ലോ, പിന്നെ അടുത്ത പരിപാടി എന്താണ് വരുന്നത്? ഫസ്റ്റത്തത് സ്കിപ്പ് ചെയ്യുക, രണ്ടാമത്തത് എടുക്കുക, മൂന്നാമത്തെ സ്കിപ്പ് ചെയ്യുക, നാലാമത്തത് എടുക്കുക, പിന്നെ അടുത്തത് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ 3 ആഡ് ചെയ്യണമല്ലോ, 3 ആഡ് ചെയ്യേണ്ടി വരും, 10ഉം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 13 ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യണം. അത് നമുക്ക് 35-ൻ്റെ കൂടെ ആഡ് ചെയ്യാം. 13. അപ്പോൾ 5 + 3 എന്ന് പറയുമ്പോൾ 8. 3 + 1 എന്ന് പറയുമ്പോൾ 4. 48. അപ്പോൾ ഇവിടെ 48 ട്രയാങ്കിൾസ് ആണ് ഉണ്ടാവുക. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത എന്താണ്? കൗണ്ടിങ് ഓഫ് സ്ക്വയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. അത് എത്ര ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്? 1 2 3. നമുക്ക് എണ്ണാം. 1 2 3. താഴോട്ടേക്കാണെങ്കിലോ? 2 3 4.
അപ്പോൾ റോ എത്രയാണുള്ളത്? 4 റോയുണ്ട്. അതേപോലെ തന്നെ കോളം ആണെങ്കിലോ 3 കോളമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? വളരെ ഈസിയാണ്. സ്ക്വയർ കൗണ്ട് ചെയ്യുക. ആദ്യം 4 × 3 എഴുതുക. എത്രയാണ്? 3 4 12. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 4ൽ നിന്ന് 1 മൈനസ് ചെയ്യണം, 3ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 4ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 3, 3ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 2. 3 × 2 എന്ന് പറയുമ്പോൾ 6 വരും. അടുത്തത് 3ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 3ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2. 2ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ 1. അപ്പോൾ 2ഉം വരും. ഇനി നമുക്കൊന്നും വരുന്നില്ലല്ലോ, നമുക്ക് ഇത്രയും മതി. അപ്പോൾ 12 + 6 ചെയ്യുക. എത്രയാണ് വരിക? 18 അല്ലേ? 18 + 2 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ ഇവിടെ എത്ര സ്ക്വയർ ആണ് വരിക? 20 സ്ക്വയർ ഉണ്ടാവും ഫസ്റ്റത്തെ ഫിഗറിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കി നോക്കാം. ഇവിടെ എത്ര ഭാഗങ്ങളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്? 1 2 3 4. മുകളിലേക്കാണെങ്കിൽ 2 3 4 5. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 5 × 4 ചെയ്യണം. 4 5 20. പിന്നെ 4 × 3 ചെയ്യണം. 3 4 12. പിന്നെ 3 × 2 ചെയ്യണം. 6. പിന്നെ 2 × 1 ചെയ്യണം. 2. അപ്പോൾ എത്രയാണ് വരിക? 6 2 8. 8 2 10. 20 40. ഇവിടെ ടോട്ടൽ എത്രയാണ് വരിക? 40 സ്ക്വയേഴ്സ് ഉണ്ടാവും രണ്ടാമത്തെ ഫിഗറിൽ. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. കൗണ്ടിങ് ഓഫ് സ്ക്വയേഴ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്, പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. എന്താണ് മാറ്റം? മനസ്സിലായോ? 1 2 3 4. ഇവിടെയാണെങ്കിലോ 2 3 4. റോസും കോളംസും ഈക്വലായിട്ട് വന്നു. അന്നേരം എന്ത് ചെയ്യണം നമ്മൾ? ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ 4 റോസും കോളവും വരുന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 1ൻ്റെ സ്ക്വയർ ചെയ്യുക 1, 2ൻ്റെ സ്ക്വയർ ചെയ്യുക 4, 3ൻ്റെ സ്ക്വയർ ചെയ്യുക എത്രയാണ്? 9, 4ൻ്റെ സ്ക്വയർ ചെയ്യുക എത്രയാണ്? 16. ഇനി ഇതൊക്കെ ആഡ് ചെയ്യുക. 16 + 4 എന്ന് പറയുമ്പോൾ 20, 20 + 9 എന്ന് പറയുമ്പോൾ 29, 29 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 30. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും? 30 സ്ക്വയേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗറിൽ എന്താണ് വന്നിട്ടുള്ളത്? 1 2. മുകളിലേക്കാണെങ്കിലും 1 2. അപ്പോൾ 2 റോസും കോളംസും ആണുള്ളത്. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ 1 + 4 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും? 5 സ്ക്വയേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിലും കൗണ്ടിങ് ഓഫ് സ്ക്വയേഴ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് വരിക. ഉള്ളിലത്തെ സ്ക്വയർ എടുത്ത് നോക്കാം. അതെത്ര ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 4 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 1 2 3 4. പിന്നെ പുറത്തുള്ളതും കൂടെ കൂട്ടുമ്പം 5 ഉണ്ടാവും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കി. ഇങ്ങനത്തെ ഫിഗറിൽ എത്രയാണ് വരിക? 5 സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നടുക്കത്തെ ഇതിൽ മാത്രം എത്രയാണ് വരിക? 5 സ്ക്വയേഴ്സ് ഉണ്ടാവും. അതിൻ്റെ പുറത്തുള്ളതിലും 5 സ്ക്വയേഴ്സ് ഉണ്ടാവും. അതിൻ്റെയും പുറത്തുള്ളതിൽ 5 സ്ക്വയേഴ്സ് ഉണ്ടാവും. അപ്പോൾ എത്ര വട്ടം 5 വരുന്നുണ്ട്? 1 2 3. 3 വട്ടം 5 വരുന്നുണ്ടല്ലോ. അപ്പോൾ 3 5 15. ഇവിടെ ടോട്ടലായിട്ട് 15 സ്ക്വയേഴ്സ് ഉണ്ടാവും. ഈ ഫിഗർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗർ എന്താണ്?
നമ്മൾ ഓൾറെഡി നോക്കിയ ആ ബേസ് ഫിഗർ പോലെ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയൊരു മാറ്റം കൂടി ഉണ്ട്. എന്താണ്? ഓൾറെഡി ഒരു സ്ക്വയർ 4 ഡിവൈഡ് ചെയ്തു. അപ്പം എത്രയാണ് വരിക? 5 സ്ക്വയേഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ക്വയർ ഇങ്ങനെ ഉണ്ടാക്കി, അതൊന്നോടെ വരും, ആഡ് ആവും. 5+1 6. ടോട്ടൽ ഇവിടെ എത്രയാണ്? 6 സ്ക്വയേഴ്സ് ഉണ്ടാവും. ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അത് കൗണ്ടിങ് ഓഫ് റെക്റ്റാങ്കിൾസ് ആണ്. റെക്റ്റാങ്കിൾസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം റോസും കോളവും നമുക്ക് എണ്ണം എടുക്കാം. 1 2. ഇവിടെ അതേപോലെ തന്നെ 1 2. എന്നാൽ റെക്റ്റാങ്കിൾസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1ഉം 2ഉം ആഡ് ചെയ്യണം. 1+2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. ഇവിടെയാണെങ്കിലോ 1+2 3. ഇനി 3×3 ചെയ്യണം. 3×3 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടാവും? 9 റെക്റ്റാങ്കിൾസ് ഉണ്ടാവും. പിന്നെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫിഗർ നമുക്ക് നോക്കി നോക്കാം. 1 2 3 2 3 4. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? ഇതെല്ലാം ആഡ് ചെയ്യണം. 1+2 എന്ന് പറയുമ്പോൾ 3, 3+3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6, 6+4 എന്ന് പറയുമ്പോൾ ഇവിടെ 10 വരും ടോട്ടൽ. ഇവിടെയാണെങ്കിലോ 1+2 എന്ന് പറയുമ്പോൾ 3, പിന്നെ ഒരു 3 കൂടെ വരുന്നുണ്ടല്ലോ, ഇവിടെ 6. അപ്പോൾ എത്രയാണ് ടോട്ടൽ റെക്റ്റാങ്കിൾസിൻ്റെ എണ്ണം? ഇവിടെ 6×10. 6×10 എന്ന് പറയുമ്പോൾ 60 റെക്റ്റാങ്കിൾസ് ഉണ്ടാവും രണ്ടാമത്തെ ഫിഗറിൽ. അപ്പം നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.